പുറത്ത് പോയി പതുങ്ങി നിന്നിട്ട് അവൻ അകത്ത് കയറി. ഇനി ഇതിനകത്ത് സ്വർണം വല്ലതും ഉണ്ടെങ്കിൽ അത് എടുത്തോണ്ട് ചെല്ലാൻ മറ്റവള് പറഞ്ഞു കാണും. അയ്യോ, സ്വർണത്തിന്റെയും പണത്തിനൊക്കെ പിന്നാലെ പോകുന്ന നിങ്ങളാ. അത് കാണുമ്പോ കൈ അറിയാതെ അവിടേക്ക് ചെല്ലുന്നത് നിങ്ങളുടെയാ. മാളു ഇവിടെ വന്നിട്ടില്ല, അതിന്റെ പേരില് നീ ഇവിടെ കയറി ഇറങ്ങണ്ട. ഇത് നിനക്കൂടെ അവകാശപ്പെട്ട വീടാണ്, അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും വരാം. ഞങ്ങൾ തടഞ്ഞാലും നിനക്ക് അതിനുള്ള അവകാശമുണ്ട്. പക്ഷേ വീട് വിട്ടുപോയ മാളുവിനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്ന ഫലം കാണില്ല. അവൾ ഇവിടേക്ക് വന്നില്ലെങ്കിൽ നിങ്ങൾക്കറിയാം അവൾ എവിടെ ഉണ്ടെന്ന്. എന്നാ ഞങ്ങളുടെ ചങ്ക് പറിച്ചിട്ട് അതെടുത്ത് നോക്ക്. അവൾ എവിടെയുണ്ടെന്ന് നിനക്കറിയാൻ കഴിഞ്ഞേക്കും. അല്ലാതെ എന്താ നിന്നോട് പറയേണ്ടത്? വെറുതെ വഴക്കിടാതെ പോവാൻ നോക്ക്. അപ്പച്ചി അങ്കിളും മുത്തച്ഛനൊക്കെ അത്യാവശ്യം അസുഖമുള്ളവരാ. നിങ്ങൾ അവരെ കൂടുതൽ ടെൻഷൻ ആക്കരുത്. ആരെയൊക്കെയാ ടെൻഷനാക്കുന്നത്? നിന്റെ ഭാര്യ വന്നതിന് ശേഷമാണ് വീട്ടിനകത്ത് ഇത്രയും പൊരുത്തക്കേടുകൾ ഉണ്ടായത്. നമ്മളെല്ലാം തമ്മിൽ തല്ലാൻ തുടങ്ങിയതും അതിന് ശേഷമാ. ഈ വീട് വിട്ട് അങ്ങനെ പുറത്തേക്ക് പോയിട്ടില്ല നമ്മുടെ അമ്മ. ആ അമ്മ പോലും ഇവിടുന്ന് മാറിക്കളഞ്ഞു. അമ്മയ്ക്ക് മനസമാധാനം കിട്ടുന്നിടത്തേക്ക് അമ്മ വന്നത്. അയ്യോ, ഞങ്ങളാണ് നിങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ മനസമാധാനക്കേട്. അതുകൊണ്ടാ ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞത്. ദേ, എല്ലാരും പടിയിറങ്ങി പോയ ശേഷോ ഞങ്ങൾക്കൊരു സന്തോഷ വർത്തമാനം പോലും കേൾക്കാൻ കഴിഞ്ഞത്. ശരി, സമ്മതിച്ചു. ഇവിടെ മാളുവിനെ ഒളിപ്പിച്ചിട്ടില്ല എന്ന് നിങ്ങളൊക്കെ പറഞ്ഞു. അത് സത്യമായിരിക്കണം. ഇനി മാളുവിനെ ഇവിടുന്ന് തിരിച്ചു കിട്ടരുത്. അങ്ങനെ വന്നാ ഏട്ടനും ഏട്ടത്തെ അന്നൊന്നും ഞാൻ നോക്കില്ല. എന്റെ സ്വഭാവം രണ്ടാളും ശരിക്കും അറിയും. എന്താ നിങ്ങൾക്കൊരു പതർച്ച? അയ്യോ, ഒന്നുമില്ല സാറേ. ഇനി അവരുടെ മെക്കിട്ട് കയറ്. മാള് ഇവിടെ വന്നായിരുന്നു അല്ലേ? മാളുവോ? മാളു അകത്തുണ്ടെങ്കിലേ അത് അബദ്ധത്തിൽ ചേച്ചിയുടെ വായിന്ന് വീഴുമെന്ന് കരുതിയാ ഇവൻ പോലീസ് ബുദ്ധി പ്രയോഗിച്ചത്. ഇവിടെ എങ്ങും ആ മോള് വന്നിട്ടില്ല സാറേ. അവനും അവന്റെ ഭാര്യയും എന്റെ അമ്മയും കൂടി മാളുവിനെ എന്തോ ചെയ്തിട്ട് നമ്മുടെ തലയിൽ കുറ്റം കെട്ടിവെക്കാനായിട്ട് വന്നിരിക്കുക. അനിയത്തെ കാണാനില്ലെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറ മോളെ. അതെ, ഇനി അതാ വേണ്ടത്. ആരും പോലീസിനോട് ഈ വിവരം പറയുന്നില്ലെങ്കിൽ നമ്മളിതവരെ അറിയിക്കണം. ഏതായാലും ഞാൻ ഒന്നുകൂടെ പോകുന്നുണ്ട് അങ്ങോട്ട്. എന്റെ അമ്മയെ വലിച്ചു കീറാനുള്ള ദേഷ്യമുണ്ട് എനിക്കിപ്പോ. പോയി അന്വേഷിക്കാനാ? മോള് പോകാൻ സാധ്യതയുള്ളിടത്തൊക്കെ സാറ് പോയിരിക്കല്ലേ. അവിടെ എവിടെങ്കിലും കാണുമായിരിക്കും. എനിക്കെന്തോ ഭയം തോന്നുന്നു പുരുഷേട്ടാ. അതുപോലെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അവളുടെ മട്ടും ഭാവമൊക്കെ. ഇന്നലെ രാത്രിയിൽ കഞ്ഞു കൊടുത്തിട്ട് കഴിച്ചും കൂടിയില്ല. ആഹാരം കഴിക്കാതെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആരോട് പ്രതികാരം തീർക്കുന്ന പോലെ. എനിക്കൊരു മനസമാധാനമില്ല. ചേച്ചി അനിയത്തിയും കൂടെയുള്ള നാടകമായിരിക്കും കൊച്ചമ്മേ. അങ്ങനെ ആവാനേ വഴിയുള്ളൂ. പക്ഷേ അരുൺ പോയി നോക്കിയിട്ടും അവിടെ ഇല്ലല്ലോ മോള്. എന്തായി മോളെ? അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു, മോളെ കാണുന്നില്ല. ശരത്തേട്ടനും അരുണൊക്കെ പുറത്ത് തെരഞ്ഞുകൊണ്ടിരിക്കുക. ഇതുവരെ ആരും ആശ്വാസം തരുന്നൊരു വാക്ക് പോലും വിളിച്ചു പറഞ്ഞിട്ടില്ല.
എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അച്ഛാ. നീ ഒന്ന് സമാധാനപ്പെടുമ്പോളേ. ഞാൻ എങ്ങനെ സമാധാനിക്കും അച്ഛാ? അവക്കൊട്ടും വയ്യായിരുന്നു. ഈ അവസ്ഥയിൽ എങ്ങോട്ട് പോവാനാ? രാത്രിയില് ഡോറ് തുറക്കുന്ന ശബ്ദം വല്ലതും കേട്ടായിരുന്നോ പുരുഷ? ഇല്ല സാർ. നേരം വെളുക്കുന്നതിന് മുൻപാ പോയിരിക്കുന്നെ. രാത്രിയിൽ എനിക്ക് മനസ്സിനെന്തോ ഭാരം തോന്നിയിട്ട് ഞാൻ എഴുന്നേറ്റ് പോയി മോളുടെ റൂമിൽ നോക്കിയിരുന്നു. അപ്പോ ഒരു 2-2:30 മണിയായി കാണും. ആ സമയത്ത് മോൾ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇത് സംഭവിച്ചിരിക്കുന്നെ. മോളുടെ മൊബൈൽ മുറിയിലുണ്ടോ? ഇല്ല അച്ഛാ, അതും കൊണ്ടാ പോയിരിക്കുന്നെ. ഇടയ്ക്കൊന്ന് വിളിച്ചപ്പോ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ സ്വിച്ച് ഓഫാ. ഇത് വല്ലാത്തൊരു വേദനയായല്ലോ. കാർത്തു കരള് കൊടുത്തതിന് ദേഷ്യം കാണിക്കുന്നതൊക്കെ. അത് വേണ്ടായിരുന്നു. മറ്റാരുടെയെങ്കിലും സഹായം തേടിയ മതിയായിരുന്നു. കാർത്തു ആകെ വിഷമത്തില്ല അച്ഛാ. അതിനിടയ്ക്ക് വേറൊരുത്തി വന്നു, എന്റെ മൂത്ത മോള്. അവൾ ഇവിടെ കിടന്ന് ചാടിയിട്ടാ പോയത്. ഞാൻ മാളുവിനെ കൊന്ന പോലെയൊക്കെയ സംസാരം. അത്തരം വിവരക്കേടുകൾക്കൊന്നും ചെവി കൊടുക്കണ്ട. അതൊന്നും കണ്ടതായിട്ട് നടിക്കാൻ വേണ്ട. കാർത്തുവിന്റെ നന്മ തിരിച്ചറിയാതെ മോളെ വെറുക്കാൻ കാരണം കണ്ടുപിടിക്കുന്നവരെ അതല്ല അതിലപ്പുറവും പറയും. മാളുവിനെ കാണാതായ ശേഷം എത്ര തവണ കാർത്തു എന്നെ വിളിച്ചെന്നറിയോ? കരയായിരുന്നു എന്റെ മോള്. ആ സ്നേഹം ചേച്ചി അനിയത്തിയും തിരിച്ചറിഞ്ഞിട്ടില്ല. പുരുഷ, കുടിക്കാനൊരു എതിര് ചൂടുവെള്ളം എടുത്തോളൂ. ശരി സാറേ. എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണും അച്ഛാ? ഇല്ല. മഞ്ജുവിനറിയാം മാളു എവിടെയുണ്ടെന്ന്. എന്നിട്ട് അവൾ എല്ലാവരുടെയും മനോനില തകർക്കാൻ വേണ്ടി ഓരോന്ന് കാട്ടിക്കൂട്ടുക. കാർത്തുവിന് നമ്മളെല്ലാം വെറുക്കണം. അതിനുവേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്. മാളുവിന്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട മോളെ. പൈസ തന്നില്ല. എത്രയാ? 750. മാളു എവിടെ പോയിട്ട് വരിക? ഞാൻ നാഗക്ഷേത്രം വരെ പോയി. കുറെ നേരം അവിടെ ഇരുന്നു. പ്രാർത്ഥിച്ചത് മുഴുവൻ ചേച്ചിക്ക് വേണ്ടിയാ. എന്റെ കാർത്തു ചേച്ചിക്ക് വേണ്ടി. മോൾക്ക് പറ്റിയത്? മുറിവ്
ഒന്ന് ശരിക്ക് കരയാതെ എന്തിനാ യാത്ര ചെയ്തത്? പുറമേയുള്ള മുറിവ് മരുന്ന് കഴിക്കുമ്പോ കരിഞ്ഞോളൂ. എന്നാ അതിനേക്കാൾ വലിയ മുറിവ് ഇപ്പൊ മനസ്സിലുണ്ടായിരിക്കുക. എന്തൊക്കെയാ മോളെ പറയുന്നത്? അത്രയ്ക്ക് ഞാൻ കാർത്തു ചേച്ചിയെ വേദനിപ്പിച്ചു. നീ എവിടെ പോയിട്ടാ മോളെ വരുന്നത്? നാഗക്ഷേത്രത്തിൽ പോയിട്ട് വരും അമ്മായി. ആരോടും പറയാതെ എന്തിനാ പോയത്? എല്ലാവരും വിഷമിച്ചിരിക്കുക. അമ്മയോടും അച്ഛനോടൊക്കെ പറഞ്ഞ എന്നെ വിടില്ല. എന്നാ കാർത്തു ചേച്ചി എനിക്ക് കാണണമായിരുന്നു. അതുപോലെ തന്നെ കാർത്തു ചേച്ചിയോട് ചെയ്ത തെറ്റിനൊക്കെ നാഗദൈവങ്ങളോട് മാപ്പ് പറയണമായിരുന്നു. മോള് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് വരുമായിരുന്നല്ലോ. ഒന്നും ആലോചിച്ചില്ല. അതിരാവിലെ തന്നെ ഞാൻ പുറപ്പെട്ടു. എന്നാലും വലിയ സാഹസമാ കാണിച്ചത്. അതിലും വലിയ സാഹസങ്ങളൊക്കെ ഞാൻ കാണിച്ചു അമ്മായി. മഞ്ജു ചേച്ചി ആദ്യം കാർത്തു ചേച്ചിയെ കൊല്ലാൻ ശ്രമിച്ചു. ഇപ്പൊ ഞാനും. എല്ലാവരും സംശയിക്കുന്നത് ശരി തന്നെ. മത്താപ്പൂവില് വെടിമരുന്ന് നിറച്ച് കാർത്തു ചേച്ചിയെ കൊല്ലാൻ തന്നെ ഞാൻ ശ്രമിച്ചത്. അതിനുള്ള ഫലമാ എനിക്ക് കിട്ടിയത്. ഇപ്പോഴെങ്കിലും തെറ്റ് സമ്മതിച്ചല്ലോ. അകത്ത് വന്ന് സംസാരിക്കാം മോളെ. വാ. നമ്മള് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ചില സഹായങ്ങൾ ചിലർക്ക് ഇഷ്ടപ്പെടുന്നവരില്ലേ? ഇവിടെ അതാ സംഭവിച്ചിരിക്കുന്നത്. കാർത്തു കരള് ദാനമായിട്ട് കൊടുത്തത് മാളൂന് സന്തോഷത്തിനേക്കാൾ കൂടുതൽ വേദന ഉണ്ടാക്കിയിരിക്കുന്നത്. ഐസിയുവിൽ കയറി മാളൂനെ കണ്ടപ്പോ ആ കുട്ടി അങ്ങനെ കാണിച്ചേ. കാർത്തു വേണ്ടാത്ത പണിയാ ചെയ്തത്. നീ ആണെങ്കിൽ അതിനെ അനുകൂലിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പൊ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? മാളൂന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയല്ല കാർത്തു ആ കുട്ടിയെ സഹായിച്ചത്. ആ സമയത്ത് വല്ലാതെ വിഷമിക്കുന്നുണ്ടായിരുന്നു അരുണിന്റെ അപ്പച്ചി. അത് കണ്ടിട്ടാ, മനസ്സിലാക്കിയിട്ടാ കാർത്തു വലിയൊരു സഹായം ചെയ്തത്. അതൊരു പുണ്യപ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നി. എന്റെ മോള് ചെയ്തത് തെറ്റാണെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല. മാളൂന് എന്തെങ്കിലും സംഭവിച്ചാൽ അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലാതായില്ലേ കണ്ണേട്ടാ. പോലീസിൽ പരാതിപ്പെട്ടോ? അങ്കിളോടനെ സ്റ്റേഷനിലേക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ആരും പരാതിപ്പെട്ടില്ലെങ്കിലും ഒരാൾ പരാതി കൊടുക്കാൻ തിടുക്കം കാട്ടുക. എന്റെ ഏട്ടത്തി അവരാ ഇതൊക്കെ ഒപ്പിച്ചു വെച്ചത്. ഞാൻ കരുതിയത് മാളു മഞ്ജുവിന്റെ അടുത്ത് കാണുന്നത് തന്നെയാ. അങ്ങനെ ഉറപ്പിച്ച ഞാനും അങ്ങോട്ട് പോയത് കണ്ണേട്ടാ. അവരോടൊന്നും ചോദിക്കാതെ അകത്ത് കയറി നോക്കിയത് അതുകൊണ്ടാ. അവിടെ ഒന്നും കാണാതെ വന്നപ്പോ ഞാനാകെ വിഷമിച്ചു പോയി. അമ്മയാണല്ലോ വിളിക്കുന്നത്. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക എന്തോ? നീയൊക്കെ ഫോൺ എടുക്ക്. ആ അമ്മേ. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എന്തു പറ്റി അമ്മേ? നീ ഇങ്ങോട്ട് വാ, എന്നിട്ട് പറയാം. ആ ശരി. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണമെന്നാ പറയുന്നത്. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പോയിട്ട് വരാൻ കണ്ണേട്ടാ. അവിടെ എത്തിയിട്ട് ഉടനെ വിളിക്കണേ. ആ വിളിക്കാം. ശരി. എന്തായാലും അരുണിന്റെ തറവാട്ടിൽ നിന്ന് അവര് മാറി താമസിച്ചത് എന്തുകൊണ്ട് നന്നായി. ഒരു വല്ലാത്ത സ്വഭാവം മഞ്ജുവിന്റെയും മാളുവിന്റെയും. അവരവരുടെ ഭാഗം ജയിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്ന കൂട്ടത്തിലാ. ആ കുട്ടിക്ക് എന്തെങ്കിലും ആപത്തുണ്ടായി കാണോ? അതിനുള്ള സാധ്യത കൂടുതലാ. അല്ലെങ്കിൽ ഇത്രയും സമയമായിട്ട് കണ്ടു കിട്ടാണ്ടിരിക്കുവോ? എന്തിനമ്മ വിളിച്ചത്? മാളൂനെ കണ്ടോ? ഇല്ലമ്മേ, എല്ലാവരും എല്ലായിടത്തും തിരയാ. ഒരു വിവരമില്ല. മോൻ അകത്തോട്ടൊന്ന് പോയി നോക്കിക്കേ. എന്താ അമ്മേ? ഒന്ന് പോയി നോക്ക്. കാർത്തു അകത്തില്ലേ? അതാ പറഞ്ഞത് പോയി നോക്കാൻ. പൂജാമുറിയിലോ അതോ ബെഡ്റൂമിലോ? മാളൂനെ കാണാത്തോണ്ട് അയാൾ പിന്നെ പൂജാമുറിയിലായിരിക്കുമല്ലോ. നീ പോയിട്ട് നിന്റെ ബെഡ്റൂമിലൊന്ന് നോക്ക്.
ചെല്ലു മോനെ. നാഗക്ഷേത്രത്തിൽ പോയിട്ട് മഴ ഇങ്ങോട്ടാ വന്നത്. നീ എന്താ ആരോടൊന്നും പറയാതെ ഇങ്ങോട്ട് വന്നത്? എനിക്ക് കാർത്തുവെച്ച് കാണണമെന്ന് തോന്നി. ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ ആരും സമ്മതിക്കില്ല. അതുകൊണ്ടാ ആരോടും ഒന്നും പറയാണ്ട് പോന്നത്. ഇവിടെ എത്തിയ ശേഷം എല്ലാവരോടും വിവരം പറഞ്ഞോ? ആരെയും മാള് വിളിച്ചില്ല. അവരൊക്കെ തീ തിന്ന് കഴിയ. ഏട്ടത്തി എടുത്ത് നീ കാണുന്നായിരുന്നു എല്ലാവരുടെയും വിചാരം. ഞാൻ അവിടെ ചെന്ന് അകത്തേക്ക് നോക്കി. ഏട്ടത്തിയോട് വഴക്കിടുകയും ചെയ്തു. എന്തിനാ മറ്റുള്ളവരെ ഇങ്ങനെ ടെൻഷനാക്കുന്നത്? സോറി അരുണേട്ടാ, ഞാൻ നാഗക്ഷേത്രത്തിൽ പോയി തെറ്റുകൾ ഏറ്റു പറഞ്ഞായിരുന്നു. എനിക്ക് കാർത്തു വെച്ച് കാണണമായിരുന്നു. ആഗ്രഹം കൂടിയപ്പോ പിന്നൊന്നും ചിന്തിക്കാനുള്ള സമയം ഉണ്ടായില്ല. അത് രാവിലെ തന്നെ അവിടുന്ന് പുറപ്പെട്ടു. ചേച്ചിയുടെ കാലില് വിഷം കുത്തിവെച്ചത് മഞ്ജു ചേച്ചിയാ. അത് എന്റെ അറിവോടെയായിരുന്നു. അതുകൊണ്ടാ നാഗന്മാരുടെ മുന്നിൽ പോയി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചത്. ഇത്രയൊക്കെ സങ്കടമുള്ള നീ പിന്നെ എന്തുകൊണ്ട് ഐസിയുവിൽ കാർത്തു വന്നപ്പോ ഇയാളോട് ദേഷ്യപ്പെട്ടത്? അങ്ങനെ സംഭവിച്ചു പോയി. അതിനിപ്പോ ഞാൻ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. നിനക്ക് വലിയൊരു സഹായം ചെയ്തു എന്ന് അറിഞ്ഞപ്പോ തോന്നാത്ത സിമ്പതി ഇപ്പൊ എന്താ ഇയാളോട് തോന്നാൻ കാരണമെന്നാ ഞാൻ ചോദിച്ചത്. അങ്ങനെ തോന്നി, അത്രേ ഉള്ളൂ. ഈ മാറ്റത്തിന് പിന്നില് ദുരുദ്ദേശമൊന്നും ഇല്ലല്ലോ അല്ലേ? സാർ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നാളെ ഇവിടേക്ക് വന്നത് എന്നെ കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ. ആ നേരത്ത് വെറുതെ ചോദ്യം ചെയ്യേണ്ട കാര്യം എന്താ? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഏതായാലും ഞാൻ അപ്പച്ചൊന്ന് വിളിക്കട്ടെ. മോൾ അതൊന്നും കാര്യാക്കണ്ട. ആരോടും പറയാതെ ഇങ്ങോട്ട് പോകുന്നത് ശരിയായില്ല. എല്ലാവരും വിഷമിക്കില്ലേ? പിന്നെ ഞാനിത് ഒരുപാട് ആഗ്രഹിച്ച മുഹൂർത്തമാ. എനിക്കൊരിക്കലും മോളെ സംശയമില്ല. പിന്നെ മറ്റുള്ളവർ പറയുന്ന കാര്യമാക്കണ്ട. അച്ഛാ, മോളെ കണ്ടു അച്ഛാ. ഈശ്വര, മോള് മറ്റെവിടേക്കല്ലോ പോയത്? അരുണിന്റെ വീട്ടിലേക്കാ. അരുണിന്റെ വീട്ടിലേക്കോ? അതെ, അരുണിപ്പോ എന്നെ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. കാർത്തൂനെ കാണാനാ മോള് പോയത്. ആശ്വാസായി.